RSSന് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഭരണഘടനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആ കാലത്തൊക്കെ ആർക്കാണ് ഭരണഘടനയുള്ളത്, അന്ന് ഒക്കെ ഭരണഘടന വന്നിട്ടുണ്ടോ എന്നാണ്. കോൺഗ്രസിന് ഭരണഘടനയുണ്ട്. കോൺഗ്രസിൻ്റെ ഭരണഘടന കറാച്ചി സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്നൊരു ഭരണഘടനയുണ്ട്. RSS ഒരു നിഗൂഢവൽക്കരിക്കപ്പെട്ടൊരു സംഘടനയാണെന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തന രീതിശാസ്ത്രം അതായതുകൊണ്ടാണ്. മെമ്പർഷിപ്പ് രജിസ്റ്റർ RSSനുണ്ടായിരിക്കും, പക്ഷേ RSSനൊരു മെമ്പർഷിപ്പ് ഫോം ഇല്ല. അത് ഇതുപോലൊരു ചർച്ചയിൽ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. അദ്ദേഹം അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെയും CPIM-ന്റെയും ഒക്കെ വെബ്സൈറ്റിൽ അവരുടെ ഭരണഘടന അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. RSSന്റെ വെബ്സൈറ്റിൽ പോയാൽ ഞങ്ങളുടെ മിഷൻ മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 47 ഏത് പാർട്ടിക്കാണ് ഭരണഘടനയുള്ളത് ആധികാരികമായി പറയുന്നു. അദ്ദേഹത്തിന് ഗൂഗിൾ ചെയ്ത് നോക്കാം. കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ പ്രിസൈഡ് ചെയ്ത കറാച്ചി സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ ആ രീതിയിൽ അദ്ദേഹം പറയേണ്ടത് ഞങ്ങൾക്ക് ഭരണഘടനയില്ല, നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ അതിനെ കോൺഗ്രസുമായി മറ്റു പാർട്ടികളുമായി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളുമായി സമീകരിക്കരുത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പരിഹസിക്കുന്നത് കണ്ടു. ഞാൻ ഒരു കാര്യം അക്കാദമിക് പർപ്പസാണ് അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ. RSSന്റെ നാഗ്പൂർ ആസ്ഥാനത്തിൽ RSSന്റെ ഒരു സർസംഘചാലകായി ഇന്ന് വരെ ദളിതനായ ഒരാൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. RSSന് ജാതിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. സർസംഘചാലക ആയ വ്യക്തികളുടെ 90%, 99% ആളുകളുടെ ജാതി ഏതാ? ഒരു ദളിതൻ RSSന്റെ സർസംഘചാലക ആയിട്ടില്ല, ആവാൻ കഴിയില്ല. ഷാബു പ്രസാദെ, RSS ജാതിയിൽ അധിഷ്ഠിതമായ ഒരു സംഘടനയാണ്. നിങ്ങൾ വിശാല ഹിന്ദുത്വത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കും, പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ചിത്പവൻ ബ്രാഹ്മണർ നയിക്കുന്ന ഒരു സംഘടനയാണത്. നിങ്ങൾ എന്തിനാ ഒരു മലയാളി നമ്പൂതിരിക്ക് പോലും ഒരു പക്ഷേ ആവാൻ കഴിയുന്നതെന്നില്ല. RSSന്റെ ഘടന ഏതാണ്? RSSന് ആവാൻ കഴിയില്ല. അതൊരു കാസ്റ്റ് ഓർഡറാണ്. അപ്പൊ നിങ്ങൾ അതിനെ മഹത്വവൽക്കരിച്ചു കൊണ്ടൊക്കെ പറഞ്ഞാൽ അതിന് ആ രീതിയിൽ മറുപടി പറയേണ്ടി വരും. പിന്നെ ഇവിടെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. നരേന്ദ്രമോദിയെ പോലൊരാളെ RSSന് ഇപ്പോൾ തൊടാൻ കഴിയുമോ എന്ന്. ഇപ്പോൾ ഈ RSS അദ്ദേഹത്തെ ആക്രമിച്ചു തുടങ്ങുന്നത് തന്നെ ജനവിധി നൽകിയ ആത്മവിശ്വാസത്തിൽ നിന്നാണ്. ഇവിടെ നരേന്ദ്രമോദിക്ക് വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്നു. അദ്ദേഹം ദൈവമല്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം RSSനെ പോലെ ആരെയും പേടിക്കാത്ത ഒരു സംഘടന എന്ന് അവകാശപ്പെടുന്ന RSSന് വരെ നരേന്ദ്രമോദിയെ പേടിയായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ ഇതെല്ലാ കാലത്തും എല്ലാ ഏകാധിപതികൾക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വിധിയാണ്.